നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രന്റെ റോഡ് തടയൽ സംഭവത്തിൽ വീണ്ടും പൊല്ലാപ്പാകുന്നത് മേയറിന് തന്നെ. ബസ്സിൽ സഞ്ചരിച്ച യാത്രക്കാരെ വിളിപ്പിച്ച് അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ച മന്ത്രി ഗണേഷ് കുമാർ പോലും ഞെട്ടിപ്പോയി. മേയറും സംഘവും മുട കാണിച്ചതാണ്, ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തതെന്നും യാത്രക്കാർ തന്നെ പറയുന്നു. മാത്രമല്ല, തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഉന്നയിച്ചിട്ടുണ്ടത്രേ യാത്രക്കാർ. ഇത് മേയറെ വീണ്ടും കെണിയിലാക്കുകയാണ്. മാത്രമല്ല, ബസ്സിലിരുന്ന ആളുകളെ ഇറങ്ങാൻ പറയുന്ന സച്ചിൻ ദേവ് MLA നടപടിയിലാണ് ഇപ്പോൾ വീണ്ടും മേയറും ഭർത്താവും പൊല്ലാപ്പിലാകുന്നത്. സച്ചിൻ ദേവ് കാണിച്ചത് അധികാര ഗർവാണ്. മേയർക്ക് പിന്നാലെ സച്ചിൻ ദേവും കെണിയിലാവുന്നു. ഡ്രൈവർക്ക് നേരെയാണ് അധിക്ഷേപം ഉയർത്തിയതെന്നും സച്ചിൻ ദേവും ഭാര്യ ആര്യ രാജേന്ദ്രനും അധികാരമാണ് കാണിച്ചതെന്നും ബസ് യാത്രക്കാർ തന്നെ പറയുമ്പോൾ മന്ത്രി തന്നെ അമ്പരക്കുകയാണ്. ഇത്രയും ഗൗരവതരമായ കേസിൽ ഇടത് നേതാക്കൾ ഉൾപ്പെടെ മേയറുടെ ഭാഗം ന്യായീകരിക്കുമ്പോൾ കേസിൽ നിർണായകമാവുകയാണ് ബസ് യാത്രക്കാരുടെ മൊഴി. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുൻപിലാണ് മേയറുടെയും ഭർത്താവ് MLA അഭ്യാസം നടന്നത്. ഇതിന്റെ യഥാർത്ഥ സംഭവം കണ്ടത് 12ഓളം പേരാണ്, അതും ബസ്സിലുണ്ടായിരുന്നവർ. തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവരാണിവർ. സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ആ യാത്രക്കാരുണ്ടായിരുന്നു. അവരോടാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കാര്യങ്ങൾ ഫോണിൽ വിളിച്ചു തിരക്കിയത്. റിസർവേഷൻ ചാർട്ട് KSRTCയിൽ നിന്നും വാങ്ങിച്ച് ഓരോ യാത്രക്കാരനെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയായിരുന്നു ഗതാഗത മന്ത്രി. ഓരോരുത്തരും നൽകിയത് ഒരേ മറുപടി തന്നെയായിരുന്നു: മേയറും സംഘവും മുട കാണിച്ചതാണ്, ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തതെന്നും യാത്രക്കാർ പറഞ്ഞു. മാത്രമല്ല, തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ റിസർവേഷൻ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന വലിയ പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കിവിടുകയാണ് MLA സച്ചിൻ ദേവ് ചെയ്തതെന്നും യാത്രക്കാർ പരാതിയിൽ പറയുന്നു. MLA ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കിവിട്ടത്. തുടർന്ന് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ഈ ബസ് ഇനി അനങ്ങില്ലെന്നുമാണ് MLA സച്ചിൻ ദേവ് പറഞ്ഞത്. MLAക്ക് അപ്പോൾ ഒരു 4ാം കിട ഗുണ്ടയുടെ ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നതെന്നുമാണ് യാത്രക്കാർ പറയുന്നത്. റിസർവേഷൻ ചെയ്തത് ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം സംഭവത്തിൽ മേയറെ തുണച്ചുകൊണ്ടുവന്ന റഹീം ഒടുവിൽ പുലിവാല് പിടിച്ചു. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നും ടിക്കറ്റ് തരൂ, വണ്ടി ഡിപ്പോയിലേക്ക് പോകട്ടെ എന്നും പറഞ്ഞതായി റഹീം പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മേയർ പറഞ്ഞു. ഒരു ജനപ്രതിനിധി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നും MLA അങ്ങനെ ബസ്സിനകത്തേക്ക് കയറിയിട്ടില്ല എന്നും പുറത്തുനിന്നാണ് സംസാരിച്ചതെന്നും മേയറും പറഞ്ഞു. റഹീമിന്റെയും മേയറുടെയും മൊഴികൾ വൈരുദ്ധ്യമായതിൽ ചർച്ചയാവുകയാണ് വീണ്ടും. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തു മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട്. കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് പരിശോധിക്കണം. മേയറും MLAയും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ല. ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ്. സംഭവത്തിൽ പോലീസും KSRTC മാനേജ്മെന്റിനും ഗുരുതര വീഴ്ച പറ്റിയെന്നും VD സതീശൻ പറഞ്ഞു.